ധാത്രിക ഭാഗം 21. അലറിക്കൊണ്ട് അലി അവളുടെ നേരെ ചീറിപ്പാഞ്ഞു വന്നു. അതുകൊണ്ട് ആദ്യം അവളൊന്ന് ഞെട്ടി. അതവരെ മുറുകെ പിടിച്ചു. അലി അവരുടെ അരികിലേക്ക് വന്നതും അതർ കൈ ഉയർത്തി അയാളുടെ നെഞ്ചിൽ കൈവച്ച് തടഞ്ഞു. അലി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അഗ്നി അളന്നത് അവൻ കണ്ടു. പരാക്രമം പെണ്ണിനോട് വേണ്ട, അവൻ പറഞ്ഞു. ദ്വീപിലൊരു സ്ത്രീയെ കണ്ട അത്ഭുതത്തിലായിരുന്നു മറ്റുള്ളവരെല്ലാം. അലി കോപത്തോടെ പല്ല് ഞെരിച്ചു. ഡാ നിന്നെ ഞാൻ! അലി കൈ തട്ടിമാറ്റി അടിക്കാനോങ്ങിയതും അവൻ ഇടംകൈ ഉയർത്തി തടഞ്ഞു. വലങ്കൈ ചുരുട്ടി അടിവയറ്റിൽ ആഞ്ഞു കുത്തി. അവനൊന്ന് പുലഞ്ഞു. അലിയെ തൂക്കിയെടുത്ത് മൂലയിലേക്ക് എറിഞ്ഞതും കൂട്ടത്തിലൊരുവൻ അവന് നേരെ ചീറിപ്പാഞ്ഞു വന്നു. അവരെയും അതറും അടിച്ചു. നാലുപാടെ നിന്നും ആളുകൾ വന്നു. അവരെയെല്ലാം അവൻ അടിച്ചു വീഴ്ത്തി. എല്ലാം കൊണ്ടും മീനു ആകെ തരിച്ചു നിന്നു. ഇതിനിടെ അലി ഒരു മരത്തടി എടുത്ത് അവൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. അവനൊരു നിമിഷം സ്തബ്ധനായി നിന്നു. തലയിൽ പിടിച്ചു. അലി വീണ്ടും അടിക്കാനൊങ്ങിയതും അവൻ തിരിഞ്ഞ് കാലുയർത്തി അയാളെ ചവിട്ടി. അയാൾ മലർന്നടിച്ച് താഴെ വീണു. അത്ര ബാലൻസ് കിട്ടാതെ വീഴാൻ പോയതും ആളുകൾ വന്ന് അവനെ പിടിച്ചു. മീൻ ഞെട്ടിത്തെറിച്ച് നിന്നു. അലി വലിയൊരു കഠാരയെടുത്ത് 25 വരെ ക്ഷമിച്ചേ പറ്റൂ, പക്ഷേ നീ ഇങ്ങനെ വിളഞ്ഞാടുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ആ കണ്ണ് രണ്ടും ഞങ്ങളങ്ങ് എടുക്കുക. അലി പറഞ്ഞത് കേട്ടു മീനു അലറി. അപ്പോഴാ അവൾ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി വന്ന് അലിയുടെ കാലിൽ പിടിച്ചു. വേണ്ട, എൻ്റെ അപ്പൂരിനൊന്നും ചെയ്യരുത്, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കണ്ട് അതർവിന് ദേഷ്യവും സങ്കടവും വന്നു. അലി അവളെ നോക്കി. പിന്നെ അവനെയും മീനുവിൻ്റെ മുടിക്കുത്തിന് പിടിച്ചു. അയാൾ അവളെ എഴുന്നേൽപ്പിച്ചു. അത് കണ്ട് അതർവിൻ്റെ രക്തം തിളച്ചു. ആരുടെ നീ? എൻ്റെ തവളത്തിൽ നീ എങ്ങനെ വന്നു? അവൾ കരഞ്ഞുകൊണ്ട് അതർവിനെ നോക്കി. ഞാൻ അപ്പൂരിനെ തേടി വന്നതാ, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. അയാൾ കോപത്തോടെ പിടിമുറുക്കി. അവളൊന്ന് പൊളഞ്ഞു. മനസ്സിലായി, നീ ഇവൻ ആരാണെന്ന്. പ്രണയമാണല്ലേ? കൊള്ളാം. ഇണക്കുരുവെ തേടി ഈ പുലിമടയിൽ വരാൻ നീ കാണിച്ച ധൈര്യം അപാരം തന്നെ. പക്ഷേ ഇവിടെ നിന്ന് ഒരു തിരിച്ചുപോക്ക് പ്രതീക്ഷിക്കേണ്ടെന്നേ. അയാൾ കത്തിയുയർത്തി. അവൾ ഭീതിയോടെ അയാളെ നോക്കി. അലി വേണ്ട, അവളെ തൊട്ട് നിന്ന് ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. അത് കോപത്തോടെ അലറി. അത് കേട്ട് അലി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഓ, അപ്പോൾ ഇവളെ തൊട്ടാൽ വേദനിക്കുന്നത് അവിടെയാണല്ലേ? മതി, അത് മതി എനിക്ക്. മോളെ, ഈ കത്തി അവനായി മാറ്റിവെച്ചതാ, പക്ഷേ ഇതുകൊണ്ട് മരിക്കാനുള്ള യോഗം മോൾക്ക. എൻ്റെ താവളത്തിലേക്ക് എൻ്റെ സമ്മതമില്ലാതെ കടന്നു വന്നതിന് നിനക്കുള്ള ശിക്ഷ. അതും പറഞ്ഞ് അയാൾ കത്തി അവളുടെ വയറ്റിൽ കുത്തിയിറക്കാനായി ഓങ്ങി. അതൊരു അലറി വിളിച്ചു. എല്ലാവരും ശരിക്കും ഒന്ന് തരിച്ചു നിന്നുപോയി. പക്ഷേ കത്തി കുത്തിയില്ല. അലി അമ്പരപ്പോടെ നോക്കി. തൻ്റെ കയ്യിൽ ഒരു പിടി വീണിരിക്കുന്നു. ആ കൈ അവളുടേതാണെന്ന് കണ്ട് അയാൾ മിഴിച്ചു നോക്കി. പതിയെ അവളുടെ ഭാവം മാറി, കരച്ചിൽ മാറി, മുഖത്ത് ചിരി വിടന്ന്. അയാളുടെ കയ്യിലെ പിടി പതുക്കെ മുറുകി വരുന്നതായി അയാൾ അറിഞ്ഞു. ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങി. അയാൾ വേദന കൊണ്ട് പൊളഞ്ഞു. കത്തി താഴെ വീണതും ഇങ്ങനെ പതിയെ പിടിവിട്ടു. എടാ നേതാവേ, ഞാൻ കരഞ്ഞു വിളിക്കുന്നത് കൊണ്ട് നീ എന്താ കരുതിയത്? ഞാൻ വെറും ഒരു പൊട്ടിപ്പെണ്ണാണെന്നോ? എടാ മണ്ട, ഇത്തിരി രഹസ്യമായി നീ കാത്തുവെച്ച ഈ താവളം കണ്ടെത്തി രാത്രിക്ക് രാത്രി ഈ കടല് നീന്തി കടന്ന് ഈ ദ്വീപിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നിസ്സാരക്കാരിയല്ലെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ, അവൾ പറഞ്ഞു. അതുകൊണ്ട് അഥർവിന് ആശ്വാസമായി. എനിക്കറിയാം, ഇവിടെ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. കൈയുടെ വേദന അല്പം മാറിയതും അലി കത്തിയെടുത്ത് അവളുടെ നേരെ ചെന്നു. അതുകൊണ്ട് അവൾ കൈ ഉയർത്തി അവളെ തടഞ്ഞു. വേണ്ട, ആവേശം വേണ്ട. അവളുടെ കണ്ണുകളിലെ തീ പറന്ന നോട്ടം കൊണ്ട് അയാൾ ഒരു നിമിഷം നിന്നു. തനിക്ക് എന്നെ കൊല്ലാം, പക്ഷെ ഇന്നല്ല, ഈ വരുന്ന 25-ാം തീയതി എൻ്റെ അപ്പേട്ടിന് നീയൊക്കെ കൂടി വധശിക്ഷ വിധിച്ച ദിവസം, അവൾ അഥർവിനെ നോക്കി പറഞ്ഞു. ആ കണ്ണുകൾ ഈറനണിഞ്ഞു. അഥർവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഒന്നിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് കൊതിച്ചു, പക്ഷേ ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒന്നിച്ച് മരിക്കാൻ പറ്റിയാൽ മതി. അതിന് ഇത്തിരി സാഹസപ്പെട്ട് ഞാൻ ഇവിടെ വന്നത്, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും വായും പൊളിച്ച് നിന്നുപോയി. ആ ദിവസം വരെ നിങ്ങൾ എന്നെ കൂടി സഹിച്ചേ പറ്റൂ. അന്നേ ദിവസം നിങ്ങൾക്ക് കൊല്ലം ഞങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് അത്ര വരെ ജീവിക്കാൻ അനുവദിക്കണം. അതിനു മുമ്പ് എൻ്റെ ദേഹത്തൊരു പോറൽ പോലും വീഴ്ത്താമെന്ന് കരുതേണ്ട, അവൾ പറഞ്ഞു. അയാൾ ആകെ അമ്പരത്ത് നിൽക്കുകയാണ്. അയാൾ ഇരുവരെയും മാറി മാറി നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. മറ്റുള്ളവരും ഇരുവരെയും നോക്കി. പിന്നെ പുറത്തേക്ക് നടന്നു. എല്ലാവരും പുറത്തിറങ്ങിയത് വാതിലടഞ്ഞു. മീനു, അതർ വിളിച്ചു. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. മതി മീനു, എനിക്ക് ഒരു പേടിയില്ല, ഒരു സങ്കടവും ഇല്ല. നീ ഉണ്ടല്ലോ എൻ്റെ ഒപ്പം, അത് മതി എനിക്ക്. അവൻ കരഞ്ഞുകൊണ്ട് അതിലുപരി അതിയായ ആഹ്ലാദത്തോടെ പറഞ്ഞു.
ബൈക്ക് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് നജീബ് പുറത്തിറങ്ങി വന്നു. ബൈക്ക് നിർത്തി ഒരു പെൺകുട്ടി ആദ്യം ഇറങ്ങി, പിന്നെ അലക്സിനെ കണ്ടതും അവൻ പുഞ്ചിരിച്ചു. അല്ല, ഇതാര്? സാറോ? വരണം. അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. ഹാൾമുറിയിൽ ഇരുവരും ഇരുന്നു. ആരോ വന്ന വിവരം അറിഞ്ഞ് നൂറിനും സുഹറയും വന്നു. പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ട് ഇരുവരും നജീബിനെ നോക്കി. ഇതാണുമ്മ അലക്സ് സാറ്, മീനു പറയാറില്ലേ? സുഹറയ്ക്ക് ആളെ പിടികിട്ടി. ഓ ആണോ, മീനു പറയാറുണ്ട്, സുഹറ പറഞ്ഞു. ഇത് മിത്ര, അതർവിൻ്റെ അനുജത്തിയാണ്, അലക്സ് പരിചയപ്പെടുത്തി. ആ, മീനു പറഞ്ഞിരുന്നു അനിയത്തി വരുന്ന കാര്യം. നജീബ് പറഞ്ഞു. മോളെ നൂറി, നീ ചെന്ന് ചായ വയ്ക്ക്, സുഹറ മകളോട് പറഞ്ഞു. ഏയ് ചായയൊന്നും വേണ്ട, എനിക്ക് ചേച്ചി ഒന്ന് കണ്ടാൽ മതി, ഒന്ന് വിളിക്കുവാമോ? മിത്ര ചോദിച്ചു. അത് കേട്ട് മൂവരും ഞെട്ടലോട് പരസ്പരം നോക്കി. മീനുവിനെ വിളിക്കാനോ? അപ്പോൾ അവൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? നജീബ് ചോദിച്ചു. ഞങ്ങളുടെ കൂടെയോ? ഇല്ല. പഠിച്ചോന്നേ, പിന്നെ അവളെവിടെ പോയി? നജീബ് വേവലാതിയോടെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. എന്താ പ്രശ്നം? അവരുടെ വേവലാതി കണ്ട് മിത്ര ചോദിച്ചു. അത് സാറേ, മീനും ഇവിടെ ഇല്ല. അത് കേട്ട് ഇരുവരും ഞെട്ടി എഴുന്നേറ്റ്. ഇവിടെ ഇല്ലെന്നോ? പിന്നെ അവൾ എവിടെ പോയി? അലക്സ് ചോദിച്ചു. അറിഞ്ഞൂട് സാർ, ഒരു 9 മണിയായപ്പോൾ അവൾ കടപ്പുറത്തേക്ക് നടക്കാൻ പോയതാ. കുറച്ച് കഴിഞ്ഞ് തിരികെ വന്നു. ഉമ്മ എന്തോ ചോദിച്ചപ്പോൾ നാളെ രാവിലെ ചിലപ്പോൾ എന്നെ കാണില്ല, എൻ്റെ അനിയത്തി നാട്ടിൽ നിന്ന് വരുന്നുണ്ട്, രാവിലത്തെ ഫ്ലൈറ്റിന്, അലക്സ് സാറിൻ്റെ കൂടെ അവളെ കൊണ്ടുവരാൻ ഞാനും പോകുമെന്നൊക്കെ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടില്ല, അപ്പോൾ കരുതി സാറിൻ്റെ കൂടെ വന്നു കാണുമെന്ന് നജീബ് പറഞ്ഞു. ഇല്ല, ഫ്ലൈറ്റ് 12 മണിയോടെ എത്തുമെന്ന് മീനുവിനോട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതാ അവൾ, അലക്സ് പറഞ്ഞു. ഈശ്വര, എൻ്റെ ചേച്ചി എവിടെ പോയി? എന്താ പറ്റിയത് എൻ്റെ ചേച്ചിക്ക്? മിത്ര കരയാൻ തുടങ്ങി. മിത്ര, നീ കരയാതെ, എങ്ങനെ കരയാതിരിക്കും? നീനും ചേച്ചിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ട് എവിടെ എൻ്റെ ചേച്ചി? അവൾ ദേഷ്യത്തോട് ചോദിച്ചു. അലക്സ് നിസ്സഹായതയോടെ അവളെ നോക്കി. മിത്ര, കരഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, വാ നമുക്ക് അന്വേഷിക്കാം അവളെ. നജീബ്, അവളുടെ റൂം എവിടെയാ? അവൻ ചോദിച്ചു. ദാ അവിടെയാ, നജീബ് പറഞ്ഞു. ഇരുവരും റൂമിലേക്ക് ചെന്നു. അലക്സ് ആ മുറിയെ ആകെ പരിശോധിച്ചു. മേശപ്പുറത്ത് നിന്നും അവനൊരു കത്ത് കിട്ടി. അവനത് വായിച്ചു നോക്കി. പ്രിയപ്പെട്ട മിത്രയ്ക്ക്, നീ എന്നോട് ക്ഷമിക്കണം മോളെ. ഞാൻ ചെയ്യുന്നത് അവിവേകമോ വിവരമില്ലായ്മയായി തോന്നാം, പക്ഷേ ഇതല്ലാതെ മറ്റൊന്നിനും എനിക്ക് വയ്യ. എൻ്റെ അപ്പോയിട്ടിനില്ലാതെ ഈ ലോകത്ത് എനിക്കും ജീവിക്കേണ്ട. അപ്പോയിട്ടൻ ജീവൻ വെടിയുന്ന അതേ ദിവസം തന്നെ ഞാനും ഈ ലോകത്തോട് വിട പറയും. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ചിലതൊക്കെയുണ്ട്. അതിനുവേണ്ടി പോവുകയാണ് ഞാൻ. എന്നെ ഓർത്ത് ആരും വേദനിക്കരുത്. 25-ാം തീയതി വരെ സമാധാനത്തോടെ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ച് കഴിയാം. മറ്റൊന്നും പറയുന്നില്ല എന്ന് സ്നേഹപൂർവ്വം മിഥില. കത്ത് വായിച്ചതും മിത്ര പൊട്ടിക്കരഞ്ഞു. ചേച്ചി! അവൾ കരഞ്ഞുകൊണ്ട് നിലത്തിരുന്നു. എന്തു പറയണം എന്ന് അറിയാതെ നിസ്സഹായതയോടെ എല്ലാവരും അവളെ നോക്കി നിന്നു. അലി ദേഷ്യത്തോടെ മുറ്റത്തേക്ക് വന്നു. രോഷം ശമിക്കാത്തതിന് അയാൾ മുഷ്ടി ചുരിച്ച് മരത്തിൽ ആഞ്ഞടിച്ച്. പിന്നാലെ വന്ന സലീമും കൂടെ മിണ്ടാതെ നിന്നു. ഒരു പീക്കിരിപ്പിന്നെ നമ്മുടെ തവളം കണ്ടെത്തി ഇങ്ങോട്ട് വന്നു എന്നാൽ അത് നമുക്ക് അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്, അയാൾ രോഷത്തോടെ പറഞ്ഞു. എന്നാലും ആ പെണ്ണെങ്ങനെ ഇവിടെ എത്തിയെന്നാ മനസ്സിലാക്കാത്തത്? കാസിം ചോദിച്ചു. അധികം ചോദിക്കാൻ എന്തിരിക്കുന്നു, അവൻ തന്നെ, അമീർ, അവനാകും ഇതിന് പിന്നിൽ. അലി പറഞ്ഞത് കേട്ട് സലീമിൻ്റെ മുഖം വിടന്നു. അപ്പോൾ ആ മരിച്ചിട്ടില്ലേ? അല്ല, നിനക്ക് നന്ദി. ആ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. എന്നാൽ അലിയുടെ രോഷത്തോടുള്ള നോട്ടം കണ്ട് ഭയത്തോടെ എല്ലാം മനസ്സിലൊതുക്കി വെച്ചു. നീയല്ലേ അവനെ കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞത്, പിന്നെങ്ങനെ അവൻ ജീവനോടെ വന്നു? അയാൾ വല്ലാത്തൊരു ഭാവത്തോടെ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവനാകെ ഭയന്നു. ഞാൻ പറഞ്ഞത് സത്യ, അവനെ വെട്ടിയ ശേഷം കടലിലേക്ക് തള്ളിയിട്ടതാണ് ഞാൻ. ഇവർ കണ്ടതല്ലേ? സലീം പരിഭ്രമത്തോടെ പറഞ്ഞു. അല്ലെ വിശ്വാസം വരാതെ അവനെ നോക്കി. നീ പറയുന്നത് സത്യമാണോ? ആ സാർ, പിന്നെ അവളെങ്ങനെ ഇവിടെ വന്നു? അവന് ഉത്തരം മുട്ടി. അമീർ, അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ നമുക്ക് ആപത്താണ്. അതർവിനെ അന്വേഷിച്ച് അവന്മാരെല്ലാം നാട് മൊത്തം പായുകയാണ്. അവരുടെ പിടിയിൽ അവൻ ചെന്ന് പെട്ടാൽ അത് മതി. അതുകൊണ്ട് അവൻ മരിച്ചെന്ന് ഉറപ്പുവരുത്തണം, ഇല്ലെങ്കിൽ കൊല്ലണം അവനെ, അലി കൊലവെറിയോട് പറഞ്ഞു. അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ? ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. മീനുവും അഥർവും അവിടേക്ക് വന്നു. നിങ്ങളുടെ ഊഹം ശരിയാ, അമീർ തന്നെയാണ് എന്നോട് അപ്പോയിട്ടിന് ഇവിടെ ഉണ്ടെന്ന കാര്യം പറഞ്ഞു തന്നത്. സലീം അത് കേട്ട് ഞെട്ടി. അലിയുടെ കണ്ണുകൾ കൊഴിഞ്ഞു.
അത് തിരിഞ്ഞ് സലീമിനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. പക്ഷേ നിങ്ങളിനി അവനെ അന്വേഷിച്ച് പോകണ്ട, ഏതായാലും അവന് കിട്ടില്ല, കാരണം അവനിപ്പോൾ ജീവനോടില്ല. അവൾ പറഞ്ഞത് കേട്ട് അഥർ വായും പൊളിച്ച് അവളെ നോക്കി. മറ്റുള്ളവരും ഒന്നും മനസ്സിലാക്കാതെ കൺഫ്യൂഷനോടെ അവളെ നോക്കി നിന്നു. സത്യം, നിങ്ങളന്ന് കടലിൽ വെച്ച് വെട്ടിവീഴ്ത്തുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു ആ കടൽ തീരത്ത്. അമീറിനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് ഞാനാ. ആഴത്തിലുള്ള മുറിവുകളായതിനാൽ രക്ഷപ്പെടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഡോക്ടേഴ്സ് കഴിഞ്ഞ പരിശ്രമിച്ചതിൻ്റെ ഫലമായി കുറച്ച് ദിവസത്തേക്ക് ജീവൻ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ബോധം തെളിഞ്ഞ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അപ്പൂരിൻ്റെ ഫോട്ടോ കണ്ട അവൻ കാര്യങ്ങൾ അറിഞ്ഞത്. ഭയം കൊണ്ട് അവനൊന്നും മിണ്ടിയില്ല. പക്ഷെ വൈകാതെ സ്ഥിതി വഷളായി. മരിക്കുന്ന ഉറപ്പായപ്പോൾ അവൻ എന്നെ മാത്രം പിടിച്ച് സത്യം പറഞ്ഞു. അവൻ കൂസലില്ലാതെ പറഞ്ഞു. പക്ഷെ അലി സംശയത്തോടെ അവളെ നോക്കി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നീ വിവരം പോലീസ് അറിയിച്ചില്ല? എൻ്റെ അപ്പൂരിനോർത്ത്. എനിക്കറിയാം ഇന്ന് ചെയ്യാൻ മടിക്കാത്തവരാ നിങ്ങൾ. ഫോഴ്സുമായി വരുന്നത് കണ്ടാൽ നിങ്ങൾ എൻ്റെ അപ്പൂരിനെ കൊല്ലുമെന്ന് എനിക്കറിയാം. അതാണ് ഞാൻ ഇവർ മാറി അറിയിക്കാതിരുന്നത്. എനിക്ക് എൻ്റെ അപ്പൂരിനെ വലുത്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ അപ്പൂരിൻ്റെ കൂടെ കഴിയണം. ഞാൻ കാരണം എൻ്റെ അപ്പൂരിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. നിരക്കണ്ണുകളോടെ അഥർവിനെ നോക്കി അവൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടരുത് അവൻ അറിഞ്ഞു. അവൻ്റെ മനസ്സും തുടിച്ചു. ശരി, നീ എങ്ങനെ ഇവിടെ എത്തി? ബോട്ടിൽ പകുതി വരെ എത്തി. അവിടെ വെച്ച് ബോട്ട് ഒരു പാറയിടുക്കിലിടിച്ച് തകർന്നു. കടലിലകപ്പെട്ട ഞാൻ നീന്തി ഇവിടെ എത്തി. ഇനി എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? അവൾ ചോദിച്ചു. അയാൾ 2 അടി മുന്നോട്ട് വെച്ചു. ഇത് ഞങ്ങളുടെ താവളമാണ്. ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. അവൾ ചിരിച്ചു. താൻ എന്തൊരു മണ്ടനാടാ. നടുക്കടലിന് നടുവിലുള്ള ഒരു ദ്വീപ്. ഈ ഭാഗത്തേക്ക് കപ്പൽ പോയിട്ട് ഒരു കിളിക്കുഞ്ഞ് വരുന്നത് പോലെ അപൂർവം. ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടില്ലാത്ത ഈ ദ്വീപ് തേടി ആരും വരില്ല. മാത്രമല്ല ഈ കടൽ നീന്തി കടന്ന് കരയിലെത്താൻ സ്വപ്നത്തിൽ വിചാരിച്ച പോലും കഴിയില്ലെന്ന് നന്നായിട്ട് അറിയാം. മരണം തേടി തന്നെയാണ് ഞാൻ ഈ ദ്വീപിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയാലും രക്ഷപ്പെടില്ല ഞാൻ, അവൾ തൻ്റെ അടുത്തോട് പറഞ്ഞു. ആ വാക്കുകളിലെ ദൃഢത അയാളെ അതിശയിപ്പിച്ചു. സലീം, ഇവരെ 2 പേരെയും മുകളിൽ കൊണ്ടുപോയി കെട്ടിയിട്, അല്ല പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല അലിസ. അവർ മുന്നോട്ട് വന്നു. അവൻ്റെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷം നടന്നു. പറഞ്ഞല്ലോ, ഈ നീലസാഗരത്തിന് നടുവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ഒരു ബന്ധനത്തിന് ആവശ്യമില്ല. ഞങ്ങളെങ്ങും പോവില്ല. നിങ്ങളിൽ നിന്ന് മരണം ഏറ്റുവാങ്ങാൻ ഇന്നലെ വരെ എനിക്ക് മനസ്സിലായിരുന്നു. അതിന് കാരണം അതാ ഇവളായിരുന്നു. ഇന്നിതാ ഇവൾ എൻ്റെ കൂടെയുണ്ട്. അത് മതി എനിക്ക്. ഇനി പേടിയില്ല. നിങ്ങൾക്ക് കൊല്ലാം. സന്തോഷത്തോടെ ഞാനത് സ്വീകരിക്കും. അവനെ തന്നെ ഉറ്റുനോക്കി. പിന്നെ ഉച്ചത്തോടെ മുഖം പിടിച്ച് തിരിഞ്ഞു നടന്നു. എല്ലാവരും പരസ്പരം നോക്കിയിരുന്നു. സലീം അവൻ്റെ അരികിലേക്ക് വന്നു. നടക്ക് 2 പേരും അകത്തേക്ക്, അയാൾ പറഞ്ഞു. അവർ മീനുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. അലി കോപത്തോടെ ആ ദ്വീപിലൂടെ നടന്നു. നിസ്സാരയായൊരു പെണ്ണ് തൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചിരിക്കുന്നു. അയാൾ വർദ്ധിച്ച ദേഷ്യത്തോടെ കാലുയർത്തി വന്ന് വീശി. ചെരുപ്പ് തെറിച്ചു പോയി. അതുകൊണ്ട് ദേഷ്യമേട്ടിച്ച് അയാൾ മറ്റേ ചെരുപ്പ് കൂടി അഴിച്ച് വലിച്ചെറിഞ്ഞു. നടന്നു പോരൊരു പെണ്ണ് അഹങ്കാരത്തോടെ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. ഇല്ല, വിടില്ലവളെ, കൊന്ന് തള്ളുക തന്നെ ചെയ്യുന്ന. അയാൾ ദേഷ്യത്തോടെ തിരിഞ്ഞു നടന്നത് പെട്ടെന്ന് എന്തോ കാലിൽ തുളഞ്ഞു കയറി. അതിയായ വേദനയോടെ അയാൾ അലറി വിളിച്ചു. കാലിലേക്ക് നോക്കി ഒരു വലിയ കാരമുള്ള് അയാളുടെ കാലിൽ തറച്ചു കയറിയിരിക്കുന്നു. അയാൾ നിലത്തിരുന്ന് മുള്ളു വലിച്ചേരി. പക്ഷേ വല്ലാത്ത ഒരു വേദന. അയാൾ ആ മുള്ളു നോക്കി. കണ്ട ശരിക്കും കാരമുള്ള പോലെ തന്നെ, പക്ഷേ അതിന് മറ്റൊന്ന് പ്രത്യേകതയുള്ളതായി അയാൾക്ക് തോന്നി. ഇവിടുന്ന് ശരീരം തളരുന്നത് പോലെ തോന്നി അയാൾക്ക്. മുള്ളു കടിച്ച ഭാഗത്തായി എന്തോ നിറവ്യത്യാസം വരുന്നു. അയാളൊന്ന് ഞെട്ടി. എന്താ ഇത്, വിഷയതുപോലെ? അയാൾ എഴുന്നേൽക്കാൻ നോക്കി. പക്ഷേ കൈയും കാലും കുഴഞ്ഞു. അവിടെ തന്നെ ഇരുന്നു. തൻ്റെ ആളുകളെ വിളിക്കാനൊരുങ്ങിയെങ്കിലും നാവ് കുഴഞ്ഞ് ശബ്ദം പുറത്തേക്ക് വന്നില്ല. എന്തു ചെയ്യും അയാൾ ആലോചിച്ചു. അരയിൽ തപ്പി തോക്കെടുത്ത ശേഷം അയാൾ ആകാശത്തേക്ക് ഉയർത്തി വെടിവെച്ചു. ഠേ ഠേ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി. എന്താ അത്? ആരാ വെടിവെച്ചത്? എല്ലാവരും മുറ്റത്തേക്ക് വന്ന് പരസ്പരം നോക്കി. ആലിസാബാണെന്ന് തോന്നുന്നു. ആകെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അല്ല, ഇത് മറ്റൊന്നുമാണ്, സലീം പറഞ്ഞു. ശരിയാ, എന്താ അപകടമുണ്ട്. ഇത് അതിനുള്ള സൂചനയാണ്, ഒരുവൻ പറഞ്ഞു. ഇനി ആ പെണ്ണ് നമ്മളെ ചതിച്ചു കാണുമോ? പോലീസും കോസ്റ്റ് ഗാർഡും ആയിരിക്കുമോ? ഒരു സംശയത്തോടെ ചോദിച്ചു. എല്ലാവരും അത് കേട്ട് തരിച്ചു നിന്നു. അങ്ങനെയാണെങ്കിൽ വെച്ചിക്കരുത്. എല്ലാവരും ആയുധം എടുക്കുക.
സലീം പറഞ്ഞു. എല്ലാവരും ആയുധം എടുത്ത് വെടിയച്ചിക്കയുടെ ഭാഗത്തേക്ക് ചെന്നു. അവിടെ മണലിൽ ആരോ കിടക്കുന്നത് കണ്ടു. അവർ ഒരു നിമിഷം നിന്ന്. സലീം കൈ ഉയർത്തി എല്ലാവരും ജാഗ്രതയോടെ തോക്ക് പിടിച്ച് നിന്നു. സലീം അയാളുടെ അരികിലേക്ക് ചെന്നു. അത് അലിയാണെന്ന് മനസ്സിലാക്കിയത് സലീം ആകെ പരിഭ്രമിച്ചു. സാബ്, അലി സാബ്, എന്തു പറ്റി? അവൻ അയാളെ പിടിച്ചുയർത്തി കുലുക്കി വിളിച്ചു. അയാൾ പതിയെ കണ്ണു തുറന്ന് നോക്കി. സാബ്, എന്താ പറ്റിയത്? അയാൾ എന്തോ പറയാൻ വന്നു, പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. അയാൾ മുള്ളുയർത്തി കാണിച്ചു, പിന്നെ കാലിലേക്കും ചൂണ്ടി. അവിടെ നീടിച്ചു കിടക്കുന്നത് കൊണ്ട് സലീം ആകെ ഞെട്ടി. സലീം, ഇത് വിഷമുള്ളതാണ്, ശരീരത്തിൽ കൊണ്ടാൽ പാമ്പ് കടിച്ചതുപോലെയാ, മരിക്കും, ഒരു പറഞ്ഞു. എന്ത് ചെയ്യണം എന്നറിയാതെ സലീം പകച്ചിരുന്നു. യാ റബ്ബേ, ഇനി എന്ത് ചെയ്യുക? നിങ്ങൾ വേഗം പിടിക്കുക, നമുക്ക് സാബിൻ്റെ താവളത്തിലേക്ക് കൊണ്ടുപോകാം, സലീം പറഞ്ഞു. എല്ലാവരും കൂടി അയാൾ താങ്ങിയെടുത്ത് താവളത്തിലേക്ക് കൊണ്ടുപോയി. മുറ്റത്തെ ചൂരൽക്കടലിൽ അയാളെ കിടത്തി എല്ലാവരും ചുറ്റും മുഖം കൊള്ളിച്ച് നിന്നു. സലീം അരികിലിരുന്നു. സാബ്, അവൻ അയാളുടെ കൈ പിടിച്ചു. എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി അതറും മീനും കട്ടിയിൽ ആവശ്യമായി കിടക്കുന്ന അലിയെയും അയാൾ കൈ പിടിച്ച് കരയുന്ന സലീമിനെയും കണ്ടു. വിഷമത്തോടെ മുഖം കൊഴിച്ച് നിന്ന് ആൾക്കാരെയും കണ്ട് അമ്പരന്നു. ഇങ്ങനെയൊക്കെ പറ്റി? ആർക്കടെ, വാ പോയി നോക്കാം. ഇരുവരും പുറത്തേക്ക് നടന്നു. എന്തു പറ്റി? മീനി ചോദിച്ചു. സലീം മുഖമുയർത്തി അവരെ നോക്കി, പിന്നെ അലിയെയും. ഇരുവരും അയാളെ സൂക്ഷിച്ചു നോക്കി. കാലിൽ നീലിച്ച പടം. അയ്യോ, എന്താ ഇത്? കാലിൽ നീലിച്ച് കിടക്കുന്നുണ്ടല്ലോ, പാമ്പ് കടിച്ചതാണോ? മീനി ചോദിച്ചു. അതർവും ഒന്ന് നോക്കി. ഈ ദ്വീപിലിടുന്ന പാമ്പ്, ലക്ഷദ്വീപിൽ പാമ്പൊന്നുമില്ല, ഇത് മറ്റെന്തോ ആണ്, അതർ പറഞ്ഞു. മീനു അയാളുടെ അരികിലേക്ക് ചെന്ന് കാലം മൊത്തമായി ഒന്ന് നിരീക്ഷിച്ചു. അയാളാണെങ്കിൽ ഏതു നിമിഷവും ബോധം മാറിയാവുന്ന തരത്തിൽ ആകെ അവശനായി കിടക്കുകയാണ്. ഇത് വിഷമുള്ള നിറച്ചതാണോ? അവൾ ചോദിച്ചു. സലീം ഒരു നിമിഷം പകച്ചവളെ നോക്കി. അതെ. ഇതിനുള്ള മരുന്ന് എനിക്കറിയാം, ഇവിടെ തന്നെ കാണാം. അപ്പോട്ടാ, വാ നമുക്ക് പോയി നോക്കാം, മീനു പറഞ്ഞു. അപ്പോൾ നടക്കാനൊരുങ്ങിയതും സലീം തടഞ്ഞു. വേണ്ട, രക്ഷിക്കാനെന്ന വ്യാജേന രണ്ടും കൂടി രക്ഷപ്പെടാനുള്ള പ്ലാൻ നോക്കുകയാണെങ്കിൽ വേണ്ട, അവൻ പറഞ്ഞു. മീനു ദേഷ്യത്തോടെ അവനെ നോക്കി. ഒരാൾ ചാവാൻ കിടക്കുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിച്ച് സ്വന്തം കാര്യം നോക്കി പോകാൻ മനസാക്ഷിയില്ലാത്തവരല്ല ഞങ്ങൾ. ജീവന് വേണ്ടി പിടയുന്നത് ശത്രുവാണെങ്കിൽ കൂടി അവനെ സ്നേഹിക്കാനും രക്ഷിക്കാനുമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോഴും വേണ്ട, ഞാൻ പോയി നോക്കിക്കോളാം, അതും പറഞ്ഞ് സലീമിനെ രൂക്ഷമായി ഒന്ന് നോക്കി അവൾ നടന്നു. കാട്ടിലൊക്കെ അലഞ്ഞ് അവസാനം മരുന്ന് കണ്ടുപിടിച്ച് അവൾ തിരികെ വന്നു. അത് ഇടിച്ചു പിഴിഞ്ഞ് ചാളെടുത്ത് അയാളുടെ മുറിവിൽ വെച്ചു. ഇനി പേടിക്കണ്ട, രാത്രത്തേക്ക് ശരിയായിക്കോളും, മീനു അതും പറഞ്ഞ് എഴുന്നേറ്റ് നടന്നു. സലീം അമ്പരപ്പോടെ അവളെ നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അലിക്ക് ആശ്വാസം തോന്നി. കാലിലെ നീലിച്ച പാടുകൾ മാഞ്ഞു തുടങ്ങി. അയാൾ പതിയെ കണ്ണു തുറന്നു. അത് കണ്ട് എല്ലാവർക്കും ആശ്വാസമായി. ബോധം തെളിഞ്ഞതും അയാൾ ചുറ്റുപാടും നോക്കി. സലീം അയാളുടെ അരികിലേക്ക് വന്നു. അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എനിക്ക് എന്താ പറ്റിയത്? എന്താ ഇവിടെ സംഭവിച്ചത്? അയാൾ ചോദിച്ചു. ആലിസാബിൻ്റെ കാലിൽ വിഷമുള്ള കൊണ്ടത് ഓർമ്മയില്ലേ? ഹമീദ് ചോദിച്ചു. അയാൾ ഓർത്തു. അത് കാല് തറച്ച് ഞാൻ വീണു, പിന്നെ നിങ്ങൾ വന്നു, അതിനുശേഷം എന്താ ഉണ്ടായത്? ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടത്? അയാൾ മനസ്സിലാവാതെ ചോദിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. എന്തോന്നും പറയാതെ? അത് സാബ്, ആ പെൺകുട്ടിയില്ലേ, അവളെ സാബിനെ രക്ഷിച്ചത്, സലീം മുഖത്ത് നോക്കാതെ പറഞ്ഞു. അയാൾ വിശ്വാസം വരാതെ അവനെ നോക്കി. അവളോ? അതെ സാബ്, അവൾക്ക് അതിനുള്ള മരുന്ന് അറിയാമായിരുന്നു. അവൾ തന്നെ പോയി മരുന്ന് പറിച്ചുകൊണ്ടൊന്ന് ഇടിച്ചു പിഴിഞ്ഞ് മുറിവിൽ വെച്ചു. അയാൾ വിശ്വാസം വരാതെ മിഴിച്ചിരുന്നു. പിന്നെ പതുക്കെ എഴുന്നേറ്റ് വേച്ച് നടന്നു. നമ്മൾ പറഞ്ഞത് സാബിന് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു, കബീർ സലീമിനോടായി പറഞ്ഞു. അവനൊന്നും മിണ്ടാതെ അയാൾ പോയ വഴിയെ നോക്കി നിന്നു. തുടരും.